യെസ്. അപ്പോൾ ഇന്നലെ കത്തി നിന്നിരുന്ന വിവാദം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കെട്ടിട വിവാദമായിരുന്നു. അതിനകത്ത് ഇന്ന് എന്താണ് കത്തി തീർന്നിട്ടില്ല സേഫ്, അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാനാണ് നീക്കം. കോർപ്പറേഷൻ സെക്രട്ടറിയുമായി മേയർ വി രാജേഷ് ഇന്ന് ചർച്ച നടത്തും. കോർപ്പറേഷന്റെ വരുമാനം ചോരുന്നതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും മേയർ. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, ഇന്നലെ വാടക കരാറിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ 832 രൂപയാണ് വാടകയെ വാങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മേയർ പറഞ്ഞു ഇതുവഴിയാണ് കോർപ്പറേഷന്റെ വരുമാനമൊക്കെ ചോർന്നു പോകുന്നത്. അങ്ങനെ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടെ കോർപ്പറേഷൻ എത്തുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നിലവിലെ വിവാദങ്ങൾ? ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിവാദം രാഷ്ട്രീയപരമായി മുതലെടുക്കാനാണ് BJP ഭരണസമിതി ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ ഈ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിസാരമായ തുകക്ക് വാടകക്ക് നൽകുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു ഇന്നലെ ശ്രീലേഖ ഒഴിയാൻ ആവശ്യപ്പെട്ട MLA ഓഫീസ് നിലനിൽക്കുന്ന കെട്ടിടം. ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വി രാജേഷ് ഇതിന്റെ വാടക സംബന്ധിച്ചൊരു സൂചന നൽകിയിരുന്നു. 832 രൂപയ്ക്കാണ് ഈ കെട്ടിടം വാടകയ്ക്ക് നൽകുന്നത്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്ര നിസാര തുകക്ക് വേറെ എവിടുന്നാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് ലഭിക്കുക എന്നുള്ളൊരു ചോദ്യവും, ഇത്തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോൾ MLA ഓഫീസിന്റെ മാത്രമല്ല ഈ കൊമേഴ്ഷ്യൽ പർപ്പസ് ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു കാര്യവും അത് പരിശോധിക്കുമെന്നുള്ളൊരു സൂചന ഇന്നലെ തന്നെ നൽകിയിരുന്നു. അതിന്റെ തുടർ നടപടിയിലേക്ക് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായ ഇന്ന് തന്നെ കടക്കും എന്നുള്ള സൂചനയാണ് മേയർ വി രാജേഷ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും വാടക കരാർ പരിശോധിക്കും, വാടകകൾ പരിശോധിക്കും. അതിന്റെ രേഖകൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ നോട്ടീസ് നൽകും. നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷമായിട്ട് CPM ഭരണസമിതിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്ന BJP ഇതുമായി ബന്ധപ്പെട്ട് ഈ വാടക കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ തന്നെ BJP ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ VK പ്രശാന്തിൻ്റെ ഈ കെട്ടിട വിവാദം ഇപ്പോൾ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ കെട്ടിടങ്ങളുടെ രേഖ അടക്കം പരിശോധിച്ച് ഒരു തുടർ നടപടി സ്വീകരിക്കാൻ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ഈ ധനകാര്യ സമിതിയിൽ ഉണ്ടായിരുന്നത് കൂടുതലും BJP അംഗങ്ങളായിരുന്നു. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും പരാതിയും BJP ഉന്നയിച്ചിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ ഇത്തരത്തിൽ നിസാരമായ തുകക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതൊരു വാടക കൊള്ള എന്ന രീതിയിലാണ് BJP അതിനെ ആ രീതിയിൽ അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ തുടർ നടപടിക്ക് ഇപ്പോൾ അവർക്ക് ഭരണം കിട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടി നേരത്തെ ഉണ്ടായിരുന്ന VK പ്രശാന്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കൂടി ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഒരു തുടർ നടപടിയിലേക്ക് കടക്കാനാണ് BJP പോകുന്നത്. ഇത്തരത്തിൽ 200-300 രൂപയ്ക്ക് വരെ വാടക കൊടുക്കുന്ന കെട്ടിടങ്ങൾ നഗരപരിധിയുടെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ വി രാജേഷ് സൂചിപ്പിച്ചിരുന്നത്. അതിൻ്റെ കൃത്യമായ രേഖകൾ തൻ്റെ കയ്യിൽ ഈ സമയത്ത് എടുക്കാൻ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഈ സമയത്ത് എടുക്കാൻ പരിമിതി ഉണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ അതിലുള്ള നടപടി കടക്കുമെന്ന് ഇന്നലെ സൂചന നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം മേയറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്വത്തിൻ്റെ കാര്യത്തിലും ഒരു പരിശോധന നടത്താനാണ് തീരുമാനം. ശരി സഫാൻ, അതായത് സേഫു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിവാദം ഉണ്ടായതോടുകൂടെ തന്നെ മറ്റ് ഈ ചുളുവിലേക്ക് ഇങ്ങനെ വാടകകളൊക്കെ കഴിയുന്ന ആളുകളുടെ കാര്യം കൂടി ഇപ്പോൾ വീണ്ടും പുതിയ ഫൈറ്റിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ വാടക എന്ന രീതിയിൽ പുതിയ ആദ്യ നടപടി. അതായത് കോർപ്പറേഷൻ കെട്ടിടങ്ങളിലൊക്കെ രാഷ്ട്രീയ ബന്ധം വെച്ച് ആർക്കെങ്കിലും ചുളുവിലക്ക് കൊടുത്തിട്ടുണ്ടോ CPM എന്നാണ് BJP